ഈ അവസ്ഥയിൽ തന്നെ കാണാൻ നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ, കാണാൻ അവസരം എപ്പോഴും തരും. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറാണ് ഇന്ന് 10 മണിക്ക് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. രാവിലെ എന്നത്തെയും പോലെ പരിചയക്കാരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് പതിവായി പോകാറുള്ള അമ്പലത്തിലുമൊക്കെ പോയി വന്നിട്ടായിരുന്നു ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. പോക്കറ്റിൽ നിന്നും ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതായി അറിയുന്നു. അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അനിൽകുമാർ നേതൃസ്ഥാനത്തുള്ള ഒരു സഹകരണ സ്ഥാപനത്തിൽ ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അതേ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണോ അനിലിൻ്റെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നറിയേണ്ടതുണ്ട്. സംസ്ഥാന വ്യാപകമായി സഹകരണ സ്ഥാപനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തകർച്ച ഈ സ്ഥാപനത്തെയും ബാധിച്ചതായി പരിസരവാസികൾ പറയുന്നു. പണ്ട് 15ഓളം യുവാക്കൾ പണപ്പിരിവിന് മാത്രമായി ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഉള്ളത്. ലോൺ എടുത്തവർ കുടിശ്ശിക വരുത്തിയതും നിക്ഷേപകർ പിൻവലിക്കാനെത്തിയതും അനിലിനെ വലിയ സമ്മർദ്ദത്തിലാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരുമല ജംഗ്ഷനിൽ തന്നെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനകത്താണ് വാർഡ് കൗൺസിലറുടെ ഓഫീസ്. കൗൺസിലറുടെ ഓഫീസിനും പരിസരത്തും വൻ ജനാവലിയാണ് ഇപ്പോൾ ഉള്ളത്. അത്രമാത്രം ജനസമ്മതിയുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു അനിൽ. വ്യക്തിപരമായി അറിയുന്നവർക്ക് അവരുടെ പ്രിയപ്പെട്ട അനിലേട്ടനായിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ അനിലേട്ടന് കഴിഞ്ഞില്ല എന്നാണ് പലരും വിഷമത്തോടെ നമ്മളോട് സംസാരിച്ചത്. രാഷ്ട്രീയ സ്വയം സേവക പ്രസ്ഥാനത്തിലൂടെ വളർന്ന് BJPയിലും തുടർന്ന് നഗരസഭാ കൗൺസിലർ സ്ഥാനം വരെയും നല്ല മാതൃകകൾ കൊണ്ട് പൊതുജനസമ്മതനായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് നാട്ടുകാരിലും പ്രവർത്തകരിലും ഒരുപോലെ വേദനയായിരിക്കുകയാണ്. അണ്ണൂരുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്. അവർ ഒരുപക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന 2 മക്കളുണ്ട്. ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്കും ഒരു കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളെന്ന നിലയ്ക്കും ഒരു കാരണവശാലും ഏതെങ്കിലും രീതിയിലുള്ള പണം വീട്ടിലേക്ക് എത്തിക്കുകയോ വീട് മോടി പിടിപ്പിക്കുകയോ അങ്ങനെ ആ രീതിയിൽ ദൂർത്ത് കാണിക്കുകയോ ഒന്നും ചെയ്ത ആളല്ല അനിൽ എന്നാണ് അറിയുന്നവർ പറയുന്നത്. ഇന്ന് പുലർച്ചെ സാധാരണ പോലെ ഒരു പഴയ സ്കൂട്ടറിൽ അനിൽ ഈ ഓഫീസിലേക്ക് വരുന്നത് കണ്ടവരുണ്ട്. അതുപോലെ എന്നും വരുന്ന അമ്പലത്തിൽ അനിലിനെ കാത്തു നിന്നവരുണ്ട്. അവരോട് കുശല സംഭാഷണങ്ങളൊക്കെ നടത്തി അമ്പലത്തിലും കയറി തൊഴുതിട്ടാണ് അനിൽ ഈ ഓഫീസിലേക്ക് എത്തുന്നത്. ഈ ഓഫീസ് തിരുമല ജംഗ്ഷനിൽ തന്നെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നമുക്ക് ആ ബോർഡ് കാണാം, തിരുമല അനിൽ വാർഡ് കൗൺസിലർ എന്നത്. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണുകളിൽ നിഴലിക്കുന്ന വിഷമവും വേദനയും. അനിൽ അത്രമാത്രം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. വലിയ കടബാധ്യതകൾ, കണ്ണുനീരുകൾ ഇതൊക്കെ കാണേണ്ടി വരുന്ന ഒരവസരത്തിൽ പൊതുപ്രവർത്തകനായ ഒരാളിൽ ആത്മാഭിമാനമുണ്ടാക്കുന്ന മുറിവ് ചെറുതല്ലാത്തതാകുന്നു എന്ന് പലരും പറയുന്നു. ആ വേദനയിൽ നിന്നായിരിക്കാം ഇത് അദ്ദേഹം ചെയ്തത്.
BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ ജില്ലാ നേതൃത്വത്തിനുമൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു പൊതുപ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ആ വിഷമം ചെറുതല്ലാത്തതാണ്. ആരും തന്നെ ഒരു കാരണവശാലും ഒരു കാലത്തും അനിൽ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്താൻ ചാൻസേ ഇല്ല. കാരണം അവരുടെ എല്ലാം പ്രിയപ്പെട്ടവനായി തന്നെയാണ് എല്ലാ കാര്യത്തിലും അനിലും ഒപ്പമുണ്ടാവുക. ആ ഒരു കൂട്ടം ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഒക്കെ പണ്ട് മുതലേ RSS മുതലേ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പാർട്ടിയിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് അനിൽ പ്രവർത്തിച്ചതായിട്ടോ ഒറ്റപ്പെട്ടതായിട്ടോ ഒരു സൂചനയും നമുക്ക് കിട്ടിയിട്ടില്ല. ദീർഘകാലം മുതലേ തിരുമല വാർഡ് കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഈ സ്ഥലത്ത് വരുമ്പോഴേക്കും കൗൺസിലറുടെ ആ ഒരു കസേരയിൽ വളരെ അധികം ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിൽ മനസ്സാൽ ആത്മാർത്ഥമായി ഇടപെടാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഇവിടെയുള്ള ആൾക്കാരുടെ നേരറിവാണ്. ആ മുറിയിൽ തന്നെയാണ് ഫാനിൽ ഇപ്പോൾ അനിൽകുമാർ ജീവൻ ഒടുക്കിയ നിലയിൽ കാണപ്പെടുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരും മറ്റും ഉടൻ തന്നെ ഇവിടേക്കെത്തും. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഭൗതിക ശരീരത്തെ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കും ജാതിക്കുമൊക്കെ അതീതമായ ഒരു സ്നേഹമെന്ന വികാരം ഈ അനിലിനോട് എല്ലാവർക്കും ഉണ്ടായിരുന്നു തിരിച്ചും. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട അനിലേട്ടനെ, യുവാക്കളുടെ ആ ഒരു സഹോദരനെ നാടിന് നഷ്ടമായിരിക്കുകയാണ്.